നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. രഹസ്യങ്ങളുടെ ഒരു വലിയ കൂമ്പാരമായി മാറുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും അതിനുള്ളിലെ ബി നിലവറയും. ഏത് സമയവും ഘോര സർപ്പങ്ങൾ, കൊടിയ വിഷം കൊണ്ടു നടക്കുന്ന സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന നിലവറ. ആരെങ്കിലും നിലവറ തുറക്കാനായി ശ്രമിച്ചാൽ ആ നിമിഷം മരിച്ചു വീഴും. ആ തലമുറ തന്നെ നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന രീതിയിലുള്ള മന്ത്രോച്ചാരണങ്ങൾ. നരസിംഹസ്വാമി കാവൽ നിൽക്കുന്ന നിലവറ, ഒപ്പം ഒരു യക്ഷിയും. അങ്ങനെ പലവിധ കഥകളാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ നിധികൂമ്പാരം വഹിക്കുന്ന ബി നിലവറയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാത്തതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ചാക്കുകെട്ടുകൾ നിറയെ സ്വർണ്ണമണികൾ, സ്വർണ്ണക്കയർ, വിഗ്രഹങ്ങൾ, നിധികൂമ്പാരം, കിരീടങ്ങൾ, അങ്ങനെ ഒട്ടനവധി. നിലവറയ്ക്കുള്ളിൽ ഉള്ളത് വിലമതിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമായ സ്വത്തുകൾ. കേരളത്തിൻ്റേതല്ല, ഇന്ത്യയിലെ തന്നെ പൊതുകടം തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആസ്തി തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളതെന്നാണ് പലരും അനുമാനിക്കുന്നത്. ക്ഷേത്രത്തിൽ ആകെ 6 നിലവറകളാണുള്ളത്. അതിൽ എ നിലവറ തുറന്നപ്പോഴാണ് അത് പരിശോധിക്കാനെത്തിയവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ 90,000 കോടിക്ക് പുറത്ത് വിലമതിക്കുന്ന ആഭരണങ്ങളും രത്നങ്ങളും കണ്ടെടുത്തത്. അത് പിന്നീട് 1 ലക്ഷം കോടിക്ക് പുറത്തായി മൂല്യം കൽപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴും തുറക്കാത്ത ബി നിലവറ, അവിടുത്തെ രഹസ്യങ്ങൾ തന്നെയാണ് ഇന്നും അജ്ഞാതമായി നിലനിൽക്കുന്നതും നിഗൂഢമായി നിൽക്കുന്നത്. നിലവറയിൽ അമൂല്യമായ രത്നങ്ങളുടെയും നിധിശേഖരമുണ്ടെന്ന് ഇതിനോടകം തന്നെ പലരും വിശ്വസിക്കുന്നു. അധികാര തർക്കത്തിലുപരി ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സ്വത്താണ് കൗതുകത്തിന് ഏറ്റവും അധികം ആധാരമായിട്ടുള്ളത്. സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന 6 നിലവറകൾ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷത. സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് കീഴ്ഭാഗത്തായി, അതിന് സമീപത്തായി, മുന്നിലുള്ള ഒറ്റയ്ക്കൽ മണ്ഡപത്തിന് താഴെയായും രത്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടെന്നാണ് പലരും കരുതുന്നത്. നിലവറകൾ അങ്ങനെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. CD നിലവറകളിൽ ക്ഷേത്രത്തിലെ ഉത്സവാവശ്യത്തിനുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. ഉത്സവകാലത്തൊക്കെ ഈ നിലവറ തുറക്കാറുള്ളതാണ്. അടുത്ത EF എന്നീ നിലവറകൾ ക്ഷേത്ര ആവശ്യത്തിനായി എപ്പോഴും തുറക്കുന്നത് തന്നെയാണ്. അമൂല്യ നിധിശേഖരമുള്ളത് AB നിലവറകളിൽ തന്നെയാണ്. അതിൽ A തുറന്നു, B ഇപ്പോഴും അജ്ഞാതമാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് പല നാട്ടുരാജാക്കന്മാരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവിടെ നിന്നും അപഹരിച്ച സ്വത്തുക്കൾ, അവിടെ നിന്നും നേടിയെടുത്ത സ്വത്തുക്കൾ, ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നിന്നും രക്ഷപ്പെടുത്താനായി മാറ്റിവെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, ഇതൊക്കെ തന്നെ ബി നിലവറയ്ക്കകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് കഥകൾ. അതുകൊണ്ട് തന്നെ ഈ നിലവറയെക്കുറിച്ച് പലതരത്തിലുള്ള കെട്ടുകഥകളും പ്രചരിക്കുന്നുണ്ട്. ബി നിലവറ സംരക്ഷിക്കുന്നത് നരസിംഹസ്വാമിയാണെന്നും ശ്രീകോവിൽ പോലെ തന്നെ പരിപാവനവും പരിശുദ്ധവുമായ ഒരിടം തന്നെയാണ് ബി നിലവറയെന്നും ഏവരും വിശ്വസിക്കുന്നു. വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് ഇന്നും ഇളക്കം തട്ടാത്തതിന് കാരണം നരസിംഹസ്വാമിയുടെ സാന്നിധ്യം തന്നെയാണ്. അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കുമുള്ള വസ്തുത എന്ത് എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നത്. ഇത്രയും കാലങ്ങളായി രഹസ്യ നിലവറയായി തന്നെ കരുതുന്ന ബി നിലവറ തുറക്കണമോ? ഇക്കാര്യത്തിൽ ഭരണസമിതിക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ബി നിലവറ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണങ്ങളുമുണ്ട്. എ നിലവറയിൽ ഉള്ളതിനേക്കാൾ ഏറ്റവും അധികം സ്വത്തുക്കളുള്ളത് ബി നിലവറയിൽ തന്നെ ആയിരിക്കണം. 14-ാം നൂറ്റാണ്ടിൽ തന്നെ ക്ഷേത്രത്തിൽ നിലവറ ഉണ്ടായിരുന്നുവെന്ന് മതിലകം രേഖകളിലൂടെ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ നിലവറ തുറന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. ബി നിലവറ 1990-ലും 2002-ലുമായി 7 തവണ തുറന്നിട്ടുണ്ടെന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ പൂർണ്ണമായും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബി നിലവറയുടെ ആദ്യത്തെ അറ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഉള്ളിലേക്ക് കടക്കാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ തന്നെ പറയുന്നത്. അതിന് കാരണം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വാതിലുകളാണ് ഈ നിലവറയ്ക്ക് മുന്നിലുള്ളത്. നിലവിലത്തെ സംവിധാനം അനുസരിച്ച് ഇത് തുറക്കാനായിട്ടുള്ള ഒരു മാർഗവും നമുക്ക് മുന്നിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കരിങ്കല്ലുള്ള വാതിലായതുകൊണ്ട് തന്നെ അതിനെ തകർത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അതിനെ പൊട്ടിച്ചോ ബോംബ് വെച്ചോ തകർക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് വളരെ വലുതായിരിക്കും.
വാതിലിന് മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ചിത്രം, നാഗത്തിൻ്റെ ചിത്രം, അതും പല കഥകൾക്കും പല ഭയപ്പാടിനും കാരണമായി മാറിയിട്ടുണ്ട്. എന്തെന്നാൽ സർപ്പദംശനമേൽക്കുമെന്നും കൊടിയ സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന അറ ആയതുകൊണ്ട് തന്നെ കുലം മുടിയുമെന്നുമുള്ള പലതരത്തിലുള്ള കഥകൾ വിശ്വസിച്ചു പോരുന്നു. എന്നാൽ ഇതിന് കൂടുതൽ ബലം നൽകുന്ന ഒരു സംഭവവും ഇതിനിടയിലുണ്ടായിരുന്നു. 2011 ജൂൺ 30 അന്നായിരുന്നു പരിശോധക സംഘം ബി നിലവറ തുറക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ കാൽ മുറിഞ്ഞതൊക്കെ ഈ കഥകൾക്ക് കൂടുതൽ കരുത്തു പകർന്നിരുന്നു. വാതിൽ കുത്തിവെച്ച ചിത്രങ്ങൾ നാഗബന്ധനം ചെയ്ത് പൂട്ടിയതാണെന്നും നിലവറ തുറന്നാൽ ഉടനടി തന്നെ സർപ്പദംശനമേൽക്കുമെന്നുമുള്ള കഥ ശക്തമായി പ്രചരിച്ചു. ഇനി നിധിയെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ പണ്ടുകാലത്ത് ഈ നിധി ആരും അപഹരിക്കാതിരിക്കാൻ, അവരെ പിന്തിരിപ്പിക്കാൻ, അവരെ അതിൽ നിന്നും പിന്നോട്ടടിക്കാൻ ഉദ്ദേശിച്ചായിരിക്കും ഒരുപക്ഷെ ഈ ചിത്രങ്ങൾ ഈ വാതിലിൽ കൊത്തിവെച്ചതെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. എന്നാൽ തിരുവിതാംകൂർ രാജാവിൻ്റെ സ്വത്തുക്കൾ എടുക്കുന്നവർ കടലിൽ പതിക്കുന്ന രീതിയിലാണ് ഈ നിലവറയുടെ നിർമ്മിതി എന്നാണ് പലരും പറയുന്നത്. ആ നിലവറ തുറന്നാൽ കടൽ വെള്ളം ഇരച്ചു കയറുമെന്നും തിരുവിതാംകൂർ നഗരം തന്നെ ഇല്ലാതാകുമെന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. ഇതിന് പിന്നിലെ വസ്തുത എന്തെന്നുള്ളത് ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ എന്തുകൊണ്ടിത് തുറക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ കാരണം രാജകുടുംബാംഗമായിട്ടുള്ള അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് ഇപ്പോൾ തുറന്നു പറയുകയാണ്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബി കല്ലറ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന അറ തൻ്റെ അറിവിൽ ഇതുവരെയും തുറന്നിട്ടില്ല. അതിൻ്റെ മുന്നിൽ ഇരുമ്പഴിയിട്ട നീളമുള്ള വരാന്തമുറിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ മുറി പല പ്രാവശ്യം തുറന്നിരുന്നു. അതിൻ്റെ ഒരു വശത്താണ് ബി നിലവറയുടെ വാതിൽ ഉള്ളത്. പ്രചരിക്കുന്നത് പോലെ ആ വാതിലിന് വലിയ വലിപ്പമോ സർപ്പങ്ങളുടെ രൂപമോ ഇല്ല എന്നാണ് ഗൗരി ലക്ഷ്മിഭായ് പറയുന്നത്. 2011 കൃഷ്ണവിലാസം കൊട്ടാരത്തിൽ വെച്ച് അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ദേവജ്ഞന്മാർ വളരെ ശക്തമായി തന്നെ പറഞ്ഞു ബി നിലവറ ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല എന്ന്. അവിടെ മുനിമാരും ദേവന്മാരും ശ്രീപത്മനാഭനെ ധ്യാനിക്കുന്ന സ്ഥലമാണ്. ഭൂഗർഭമായി സ്ഥാപിച്ചിട്ടുള്ള ശ്രീചക്രത്തിൻ്റെ ശക്തിപ്രവാഹം മൂലബിംബത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിന് ഭംഗം വന്നാൽ അത് പുനഃസ്ഥാപിക്കാനായി ആർക്കും തന്നെ കഴിയില്ല എന്നുകൂടിയാണ് ദേവപ്രശ്നത്തിലൂടെ തെളിഞ്ഞത്. അതിനുള്ള കഴിവോ പ്രാപ്തിയോ അറിവോ ഉള്ള കർമ്മിമാരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൂടാതെ യക്ഷിയമ്മ അവിടെ തപസിരിക്കുന്നു എന്ന് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. ഏറ്റവും ശക്തമായ മറ്റൊന്ന് തെക്കേടത്ത് നരസിംഹസ്വാമിയുടെ സാന്നിധ്യവും. ഇത്തരത്തിൽ പല കാരണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി നിലവറ തുറക്കില്ല എന്ന് രാജകുടുംബാംഗങ്ങൾ പറയുന്നത്. നേരത്തെ പരാമർശിച്ച ഒരു സംഭവം അതിലൂന്നി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, വിശ്വാസ സംരക്ഷണത്തിൽ പോവുകയാണെങ്കിൽ ഇന്നും ക്ഷേത്ര ചൈതന്യത്തിൽ യാതൊരു വ്യത്യാസവും വരാതെ സംരക്ഷിക്കുന്നതിനുള്ള കാരണം അത് ഈ ബി നിലവറയാണെന്ന് പലരും വിശ്വസിക്കുന്നു. ഈ അറയ്ക്കുള്ളിൽ ശ്രീപത്മനാഭസ്വാമിയുടെ ശ്രീചക്രവും മറ്റ് അമൂല്യ വസ്തുക്കളുമുണ്ട്. ഇവയ്ക്ക് ഒരു കാരണവശാലും സ്ഥാനചലനം സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ദേവചൈതന്യം തന്നെ ക്ഷയിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇതുവരെയും ഇത് തുറക്കാൻ രാജകുടുംബം അനുവദിക്കാത്തത്. 2011 ജൂലൈ മാസത്തിലാണ് കോടതി നിർദ്ദേശമനുസരിച്ച് നിലവറ തുറക്കാൻ തയ്യാറായത്. ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള നിധിശേഖരങ്ങൾ തന്നെയാണ് അതിൽ കണ്ടെത്തിയത്. ഒപ്പം ഒട്ടനവധി നിഗൂഢമായ രഹസ്യ അറകളും. എങ്ങനെ ഇത് എണ്ണിക്കൂട്ടും എന്നുള്ള അമ്പരപ്പ് തന്നെയായിരുന്നു പരിശോധനാ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. രത്നം പതിച്ച സ്വർണ്ണ കിരീടങ്ങൾ, സ്വർണ്ണ കയർ, സ്വർണ്ണ കട്ടികൾ, ആയിരക്കണക്കിന് സ്വർണ്ണ മാലകൾ, സ്വർണ്ണ വിഗ്രഹം, ചാക്ക് നിറയെ സ്വർണ്ണ മണികൾ, സ്വർണ്ണ ദണ്ടുകൾ, ചാക്ക് നിറയെ രത്നങ്ങൾ, അങ്ങനെ പലതരത്തിൽ കഥകളിൽ മാത്രം കേൾക്കുന്ന തരത്തിലുള്ള നിധിശേഖരം മനുഷ്യർക്ക് മുന്നിലേക്ക് പൊടുന്നനെ എത്തുകയായിരുന്നു. നിലവറയുടെ പ്രവേശന കവാടം തുറന്ന് പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. നിധി ഉള്ളതിൻ്റെ സൂചന പോലും അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വായുസഞ്ചാരം പോലുമില്ലാത്ത നിലവറ. ഫയർഫോഴ്സ് സംഘത്തിൻ്റെ സഹായത്തോടെ ഈ മേഖലയിലേക്ക് വായു പമ്പ് ചെയ്ത് കൊടുത്താണ് പരിശോധനാ സംഘത്തിനകത്തേക്ക് കടക്കാൻ പോലും കഴിഞ്ഞത്. വളരെ വിശാലമായൊരു മുറിയാണ് പ്രവേശന കവാടം തുറക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ വലിയ കരിങ്കല്ലുകൾ പാവിയിട്ടുണ്ട്. കരിങ്കല്ല് പാളികൾ നീക്കിയപ്പോൾ താഴേക്ക് ഒരാൾക്ക് മാത്രം ഇറങ്ങിപ്പോകാൻ കഴിയുന്ന, കഷ്ടിച്ചൊരാൾക്ക് നിൽക്കാൻ കഴിയുന്ന പടിക്കെട്ടുകളാണ് കണ്ടത്. അതിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ എഴുന്നേറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത, കുനിഞ്ഞു മാത്രം ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്ന ചെറിയൊരറ. അവിടെ സേഫ് പോലെ നിർമ്മിച്ച, ലോക്കർ പോലെ നിർമ്മിച്ച ഒരറ. അതിനുള്ളിൽ നിധി കൂമ്പാരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.
അതുകൂടാതെ 4 പേരടങ്ങിയ സംഘം, എഞ്ചിനീയർമാരുടെ സംഘം വിശദമായ പരിശോധന അവിടെ നടത്തി. പക്ഷേ അവർക്കിപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത പലതും അവിടെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. വേറെയും പലതരത്തിലുള്ള ഗുഹാമുഖങ്ങൾ അതിനുള്ളിലുണ്ട് എന്നുള്ള സംശയം ഇന്നും ഉയരുകയാണ്. ഒട്ടും തന്നെ വായുസഞ്ചാരമില്ലാത്തതുകൊണ്ട് പരിശോധകർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു അത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഗുഹയ്ക്കുള്ളിൽ നിൽക്കാനായി സാധിക്കൂ. ശ്വാസമുട്ട് കാരണം വളരെ വേഗത്തിൽ തിരിച്ചു കയറേണ്ടി വരും. അതിൽ നിന്നും കണ്ടെടുത്ത പല വസ്തുക്കളും സ്വർണ്ണശേഖരവും കൗതുകമായി മാറിയിരുന്നു. പിറന്നാൾ പോലുള്ള വിശേഷ സമയങ്ങളിൽ കൊട്ടാരത്തിലുള്ളവരും മറ്റും ശ്രീപത്മനാഭന് കാണിക്കയായി കൊടുത്തിട്ടുള്ള ശരപ്പുളി മാലയെന്ന് കരുതുന്ന വലിയ ഒരു മാല, സ്വർണ്ണമാലകൾ അവിടെ നിന്നും കണ്ടെടുത്തിരുന്നു. 2000-ഓളം ശരപ്പുളി മാലകളാണ് കണ്ടെടുത്തത്. ഒരു ചാക്ക് നിറയെ കണ്ടെത്തിയ രത്നങ്ങൾ അത് ബെൽജിയൻ രത്നങ്ങളായിരുന്നു. 2000-ഓളം മാലകളിൽ 4 എണ്ണം 2 കിലോയിലധികം തൂക്കം വരുന്ന ശരപ്പുളി മാലകളാണ്. 18 അടിയിലധികം നീളമുള്ള മാലകളായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും അന്ന് പുറത്തു വന്നിരുന്നു. 12 ഇഴകളായി നിർമ്മിച്ച മാല. ശരപ്പുളി എന്ന് പറയുമ്പോൾ തന്നെ അമ്പ് നിൽക്കുന്നത് മാതിരിയുള്ള കൂർത്ത മുനകളുള്ളതുപോലത്തെ മാലകൾ തന്നെയാണ്. ഇതിൻ്റെ ലോക്കറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കോടികൾ തന്നെ വിലമതിക്കുന്ന മരതക രത്നങ്ങളും മാണിക്യക്കല്ലുകളും ഒക്കെ തന്നെയാണ്. 1,00,000 ലോക്കറ്റിൽ 997 വൈരക്കല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. 19.5 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ, രാശിപ്പണമെന്ന് പറയുന്ന സ്വർണ്ണ നാണയങ്ങൾ, സ്വർണം പൊതിഞ്ഞ 14,000-ലധികം അർക്കപുഷ്പങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നിലവറയിൽ നിന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായി കഴിഞ്ഞത്. സുപ്രീം കോടതിയിൽ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. എന്നാൽ ഇപ്പോഴും നിഗൂഢമായും രഹസ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന നിലവറയായി, അറയായി ബി നിലവറ തുടരുകയാണ്. പ്രാഥമികമായിട്ടുള്ള ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കുമുള്ള നിലവറ തുറക്കാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ കഥകിനപ്പുറം എന്താണെന്ന് രാജകുടുംബത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ അറിയില്ല. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആവാഹന ശക്തിയുടെ പ്രവാഹമുണ്ടാകും. അതൊരു ക്ഷേത്ര രഹസ്യമാണ്. ഒരുപക്ഷെ ബി നിലവറയുടെ രഹസ്യവും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളറിയാത്ത പല രഹസ്യങ്ങളും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നാണ് അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി മാധ്യമങ്ങളോടടക്കം പറഞ്ഞത്. അങ്ങനെയുള്ള പല രഹസ്യങ്ങളും അതിനുള്ളിലുണ്ട്. പണ്ഡിതരായ ജ്യോതിഷികളുടെ പ്രവചനമനുസരിച്ച് ബി നിലവറ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും തുറക്കാൻ ശ്രമിച്ചാൽ അവർ നരസിംഹസ്വാമിയുടെ കോപത്തിനിരയാവും എന്നുള്ളതാണ് പ്രവചനം. മാത്രവുമല്ല അവരുടെ കുടുംബത്തിനെയും വരെ ഈ ശാപം നൂറ്റാണ്ടുകളോളം പിന്തുടരും, കുലം മുടിക്കും. അതുകൂടാതെ കാഞ്ഞിരോട്ട് യക്ഷിയമ്മ ഇപ്പോഴും ബി നിലവറയിൽ നരസിംഹമൂർത്തി ഉപാസിച്ച് കഴിയുന്നു എന്നുള്ള വിശ്വാസവും പങ്കുവെക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവറ തുറക്കുമ്പോൾ യക്ഷിയമ്മയെ പ്രകോപിപ്പിക്കും, അത് നാശത്തിലേക്ക് വഴിയൊരുക്കും. ഇങ്ങനെയും വിശ്വാസമുണ്ട്. അടുത്തതായി പറയുന്ന 3ാമത്തെ വിഷയം നാഗബന്ധനം. നിലവറയെ ആരും തന്നെ തുറക്കാൻ ധൈര്യപ്പെടാത്ത കാരണം പലതരത്തിലുള്ള കൗതുക കഥകളും ഇതിന് പിന്നാലെയുണ്ട്. ശബ്ദവീചികൾ കൊണ്ട് പൂട്ടടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ നവസ്വരങ്ങൾ കൊണ്ടുള്ള രഹസ്യ സൂത്രം. ഇങ്ങനെയൊക്കെയാണ് നാഗബന്ധനത്തെക്കുറിച്ച് വിശേഷിപ്പിക്കേണ്ടത്. നാഗബന്ധനം എന്ന വാക്ക് പോലും ഒരുപക്ഷേ ഇന്നത്തെ തലമുറ കേട്ടു തുടങ്ങിയത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള നിഗൂഢതകൾ മറന്നേക്ക് പുറത്തു വരുമ്പോഴായിരുന്നു. ഒരു വ്യക്തിയുടെ പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഈ പൂട്ടിനകത്തേക്ക് പോകുമ്പോൾ അതിലുള്ള ലോഹത്തകിട് പ്രത്യേക രീതിയിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. എന്നാൽ കൃത്യമായല്ല ആ ശബ്ദം പോകുന്നതെങ്കിൽ, മറ്റൊരാളുടെ ശബ്ദമാണ് അതിലൂടെ കടന്നുപോയതെങ്കിൽ പൂട്ടിന് യാതൊരുവിധ അനക്കവും ഉണ്ടാകില്ല. അതായത് ഇന്നത്തെ ഫിംഗർ പ്രിൻ്റ് സെൻസറുകളെക്കാളും ലോക്കറുകളെക്കാളും വളരെ കൃത്യവും വളരെ കരുത്തുറ്റതുമായിട്ടുള്ള ലോക്കുകളാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ നിധിക്ക് കാവൽ നിൽക്കുന്ന പാമ്പുകൾ, സർപ്പങ്ങൾ, നാഗം കൊല്ലുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.